ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മാലയാണ്. ഞാനതൊരു സൈറ്റിൽ പിക്ചർ കണ്ടപ്പോൾ ആ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ്. ഞാനിവിടെ അത് പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതാണ് ആ മോഡൽ ഞാൻ കണ്ടത്. എക്സാക്റ്റ് അതേപോലെ അല്ല, എന്നാലും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ആ ചെയിൻ വന്നിട്ട് കുറച്ച് വലിപ്പമുള്ള ടൈപ്പായിരിക്കുന്നുണ്ടായിരുന്നത്. ഗ്യാപ്പ് കുറഞ്ഞ ടൈപ്പ് ചെയിനായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിതിലും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കാണുന്ന പോലെയല്ല, ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന്, ചെയ്ത് കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. ഇനി ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിങ് സ്പ്രിങ്, അതായത് സൈഡ് റിങ് എന്നൊക്കെ പറയും, കട്ടിങ് സ്പ്രിങ് വേണം. പിന്നെ നമ്മുടെ ആ ചെയിൻ, ഗോൾഡൻ കളർ ചെയിൻ. പിന്നെ നമുക്ക് കൊളുത്ത് വേണം. ഇതിൽ അധികം ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഗോൾഡൻ കളർ ഗുങ്കുരു ബീഡ്. ഗുങ്കുരു എന്ന് പറയുമ്പോൾ ചെറിയ ബീഡല്ല, ഈ ടൈപ്പാണ്, നമ്മുടെ പാദസരത്തിനൊക്കെ ഇടുന്ന ടൈപ്പ് ബീഡാണത്. ഇത്ര ഐറ്റംസേ വേണ്ടൂ. സംഭവം കുറച്ച് ഐറ്റംസ് മതി, പക്ഷേ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ചെയിൻ ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പിടിക്കുന്ന രീതിയിൽ അത് എടുക്കില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ഉള്ള നീളത്തിന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് പ്ലെയർ വെച്ച് നമ്മുടെ ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് അത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടപ്പോൾ നല്ല എളുപ്പമാണ്, ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. കാരണം ആ ചെയിനിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ചെയിൻ കുറച്ചും കൂടി ഗ്യാപ്പ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ചെയിൻ കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണത്. നമ്മൾ എത്ര നേരേക്ക് പിടിച്ചാലും അതൊന്ന് ട്വിസ്റ്റായി പോവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളത് കറക്റ്റ് സൈസിന് വെച്ചിട്ട് രണ്ടറ്റത്തു നിന്ന് ഒരു 4-5 ഹോള് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ആ റിങ്ങിട്ട്, സൈഡ് റിങ്ങിട്ട് നമ്മുടെ ഗുങ്കുരുബീഡ് കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. ആദ്യം സൈഡ് റിങ് എടുക്കുക. സൈഡ് റിങ് കുറച്ചെടുത്തിട്ട് അതിന് നമ്മൾ ആ ഹോളൊന്ന് അകത്തി കൊടുക്കുക, സൈഡ് റിങ്ങിൻ്റെ. അതൊന്ന് അകത്തിയതിന് ശേഷം അതിലൊരു ഗുങ്കുരുബീഡ് ഇടണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണം വിട്ടിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഗുങ്കുരുബീഡാണ് ആദ്യം കോർത്ത് കൊടുക്കേണ്ടത്. സൈഡ് റിങ്ങിനെ ഒന്ന് പ്ലെയർ വെച്ചിട്ട് അകത്തുക. ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ഗുങ്കുരു ബീഡ് അതിലൂടെ കോർത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്തൊരു സൈഡ് റിങ് എടുത്തിട്ട് നമ്മുടെ ചെയിനിൽ കോർത്തിട്ട് ഈ ഗുങ്കുരു ബീഡ് കോർത്തതിന് ശേഷം അത് ചെയിനിൽ കോർത്ത് കൊടുക്കുക. സംഭവം ഇത്ര സിമ്പിളാണ്, പക്ഷേ ചെയ്ത് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കേട്ടോ. ചെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാനപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗുങ്കുരു ഇതേപോലെ സൈഡ് റിങ്ങിൽ കോർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാൻ വേഗം ചെയ്യാൻ പറ്റുള്ളൂ സ്പീഡിൽ. അതുകൊണ്ടാണ് കുറച്ച് ഗുങ്കുരു കൂടെ ഇതേപോലെ സൈഡ് റിങ് കോർത്ത് അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ചെയിനിലേക്ക് അത് കോർത്തെടുത്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സ്വയം ചെയ്ത് നോക്കാൻ ശ്രമിക്കാം കേട്ടോ. പറ്റും, നമുക്ക് പറ്റും. അത് നമുക്ക് അധികം ഐറ്റംസ് ഒന്നും വേണ്ട. കാണുമ്പോൾ വലിയതായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് അധികം ഐറ്റംസ് ഒന്നും വേണ്ടി വരില്ല അത് ചെയ്തെടുക്കാൻ, നമ്മുടെ രീതിയിൽ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് ആ സൈഡ് റിങ്ങിനെ എടുത്തിട്ട് ആ ഹോളിലിട്ട് പിന്നെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഗുങ്കുരു അതിലൂടെ കോർത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനൊന്ന് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ അത് വിട്ടുപോരില്ല. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു റിങ് നമ്മളതിലിട്ട് കൊടുത്തു കഴിഞ്ഞു. ഗുങ്കുരു കോർത്ത ആ ഒരു എണ്ണം നമ്മളതിലിട്ട് കട്ടിങ് റിങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല, പക്ഷെ രണ്ടാമത്തെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മളത് പിടിക്കും, അത് വട്ടത്തിൽ ചെരിഞ്ഞ് പോവും, വീണ്ടും പിടിക്കും, അതാണ് ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ ഞാനത് ഒരു തുമ്പ് പ്ലെയറിൻ്റെ ഇതിൽ വെച്ച് പ്രസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക ചെയ്തത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, കണ്ട തിരിഞ്ഞ് പോകുന്നത്. അത് ഹോള് കുറവായിരുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അപ്പോൾ അതേ അടുത്തതെടുത്ത് ഞാൻ അതിൻ്റെ അപ്പുറത്തെ കണ്ണിയിൽ കോർത്തെടുക്കുകയാണ്. അടുത്ത കണ്ണിയിൽ കോർത്ത് അതിനൊന്ന് പ്രസ് ചെയ്ത് കോർക്കുമ്പോൾ ശ്രദ്ധിക്കും വേണം, നമ്മൾ താഴത്തേക്കായിട്ടാണ് കോർത്തെക്കുന്നത്. അപ്പോൾ ആ കണ്ണി നേരെ പിടിച്ച് അതേ രീതിയിൽ തന്നെ കോർക്കണം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിൽക്കും, ശരിക്കും സ്ട്രെയിറ്റായിട്ട് കിടക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. വീണ്ടും അത് പിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്തത് ശരിയാണെങ്കിലും പിടിക്കുമ്പോൾ അത് പിരിഞ്ഞു പോവാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തത് ഒന്ന് ഇതേപോലെ തന്നെ സൈഡ് റിങ് കട്ടിങ് റിങ് എടുത്തിട്ട് നമ്മുടെ കോർത്ത് വെച്ചിരിക്കുന്ന ഗുങ്കുരുവിനെ
അതിലേക്കിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതായത് നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല, കാരണം 1-2 ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അടുത്തത് മൊത്തം നമുക്കിതുപോലെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയണം. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ചെയ്യേണ്ട, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മളൊന്ന് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ആ ചെയിനൊന്ന് ഇതായി പോകുന്നത് കൊണ്ട് മാത്രം. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് തന്നെ ചെയ്തെടുക്കാം. നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സന്തോഷമല്ലേ. ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിക്കാനൊന്നും എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. ഒരുപാട് വില കൊടുത്തൊന്നും നമുക്കിതുപോലുള്ള നെക്ലസ്സുകളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ വലിയ കാര്യമല്ലേ. എല്ലാവരും ചെയ്ത് നോക്കണം. അങ്ങനെ ഇത് നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴുത്തിൻ്റെ ബാക്കിലേക്കൊന്നും ഫുള്ളായിട്ട് നിന്ന് ചെയ്യുന്ന രീതിയിൽ കൊടുക്കണമെന്നില്ല. ചില കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ മാത്രം ചെയ്ത് കൊടുക്കാമില്ല. ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. വലിയവർക്കൊക്കെ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ അത് ഊരിപ്പോരും. അപ്പോൾ നന്നായിട്ട് നമ്മൾ പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചാനലിൽ ഇതുപോലുള്ള ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൊളുത്തും, പിന്നെ നമുക്ക് നമ്മുടെ സൈഡിലായിട്ട് കുറച്ച് റിങ് ഇട്ട് കൊടുക്കണം, കാരണം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ കൊളുത്തിടുക ആദ്യം, അതിന് ശേഷം സൈഡ് റിങ് 2-3 കോർത്തെടുത്തിട്ട് നമുക്കതിന് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ടുള്ള കൊളുത്തായിട്ടിടാം. ആദ്യം ഒരു സൈഡ് റിങ് ഇടുക, അതിലൂടെ കൊളുത്തിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. കൊളുത്തിനെ പ്രസ് ചെയ്ത് നന്നായിട്ട് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഊരിപ്പോകും. അടുത്തതായിട്ട് നമുക്ക് അപ്പുറത്തെ കണ്ണിയിലും നമുക്കിതുപോലെ കണ്ണികൾ കോർത്തെടുത്തിടാം. സൈഡ് റിങ് വെച്ച് കണ്ണികളായിട്ട് 2-3 കോർത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നീളത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്ത് ഞാൻ സൈഡ് റിങ് തന്നെ 2-3 കോർത്തിട്ടാണ് കൊളുത്ത് പോലെ ഇട്ട് കൊടുക്കുന്നത്. അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്കൊന്ന് ആ ചെങ്ങലയുടെ ഉള്ളിലേക്ക്, ആ മാലയുടെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമുക്കത് കോർത്തെടുക്കാം. നമ്മുടെ മാലയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ചെയ്തെടുക്കാനൊരു ഇത്തിരി ഈ ഒരു ചെയിനൊന്ന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് കറക്റ്റ് ചെയിൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാമായിരുന്നു. പക്ഷേ ഫൈനൽ ലുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടെങ്കിലും ആ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണല്ലേ. അങ്ങനതെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, തിരിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിങ്ങനെ ഇത് നമുക്ക് വേണമെങ്കിൽ പാദസരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഒറ്റ റിങ്, 2 ഡബിൾ റിങ് ഇടാണ്ട് ഒറ്റ റിങ് ഇട്ടായാലും നമുക്ക് പാദസരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതേ മാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താ മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ചെയിൻ്റെ ഒരു പ്രോബ്ലമാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇതാ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.